بسم الله الرحمن الرحيم نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يغفر لكم ذنوبكم ويصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരപൂർവ്വം പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും പരമാവധി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈമാനും തഖ്വയും നിലനിർത്തി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരുപാട് കാലങ്ങളായി പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണെന്ന് അറിഞ്ഞോ അറിയാതെയോ അതാരാണ് ആദ്യമായി ഉയർത്തിയത് എന്നോ അറിഞ്ഞോ അറിയാതെയോ നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിലെ ഒരു ഭാഗമായി നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സൂറത്ത് അൽ അൻആമിൻ്റെ 79-ാമത്തെ ആയത്ത്. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനത്തിനിടയിൽ നക്ഷത്രാരാധകരുടെ നാട്ടിൽ ചെന്ന് അവർക്കിടയിൽ നടത്തിയ ഒരു സംസാരമധ്യേ അദ്ദേഹം നടത്തുന്നൊരു പ്രഖ്യാപനമാണത്. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ഞാൻ എൻ്റെ മുഖം, എൻ്റെ മനസ്സ്, എൻ്റെ ആദർശം, എൻ്റെ ജീവിതം, അതിൻ്റെ സമസ്ത മേഖലകളും പ്രപഞ്ച സംവിധായകന്റെ മുമ്പിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. അത് ഞാൻ അവന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഹനീഫൻ,
ഒരു തരത്തിലുള്ള വളവോ തിരിവോ വക്രതയോ ഇല്ലാതെ എനിക്കും എൻ്റെ റബ്ബിനുമിടയിൽ ഒരു ഇടയാളന്റെ ആവശ്യമില്ലാത്ത വണ്ണം ഞാൻ എൻ്റെ റബ്ബിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വമാനമിനൽ മുശ്രിക്കീൻ, ഞാനൊട്ട് ബഹുദൈവ വിശ്വാസിയാവുകയും ഇല്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ പഠിച്ചു വെച്ചതും ഇതാണ്. ഇതേ പ്രാർത്ഥന, ഇതേ പ്രഖ്യാപനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു നടത്തിപ്പിക്കുന്ന മറ്റൊരു വചനവുമുണ്ട്. ഇതേ അധ്യായത്തിൽ തന്നെയാണതും. അവിടെ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ എന്നാണ് ആ പ്രാർത്ഥനയുള്ളത്. സത്യത്തിൽ അതൊരു പ്രാർത്ഥനയല്ല, അതൊരു പ്രതിജ്ഞയാണ്. പ്രവാചകൻ ശിരോമണികൾ രണ്ടുപേരും തങ്ങളുടെ റബ്ബുമായി നടത്തുന്ന ഒരു പ്രതിജ്ഞ. ആ പ്രതിജ്ഞ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ്. ഖുൽ നബിയെ, താങ്കൾ പറയുക, ഇന്ന സ്വലാത്തി, ഞാൻ നമസ്കരിക്കുന്നതും, വനുസുക്കി, എൻ്റെ ബലികർമ്മം ഉൾപ്പെടെയുള്ള എല്ലാ ആരാധനകളും, വമഹിയായ, ഉറക്കവും ഉണർച്ചയും ഉൾപ്പെടെയുള്ള എൻ്റെ ജീവിതവും, വമമാതി, എൻ്റെ മരണവും, അത് എങ്ങനെയായാലും എവിടെ വെച്ചായാലും എപ്പോഴായാലും വേണ്ടില്ല, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകനാഥനായ, ലോകൈകനാഥനായ റബ്ബിന്റെ ഇഷ്ടത്തിന്, റബ്ബിന്റെ കൽപ്പനകൾക്ക്, റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്ക്, റബ്ബിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചേ വിനിയോഗിക്കുകയുള്ളൂ എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ലാ ശരീക ലഹു, എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ, അത് ആരാധനയായാലും അനുഷ്ഠാനങ്ങളായാലും നേർച്ച വഴിപാടുകളായാലും ബലിയായാലും ശരി, ലാ ശരീക ലഹു, അതിലെവിടെയും എൻ്റെ റബ്ബിനോട് പങ്കു ചേർക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കാരണം വബിദാലിക, അങ്ങനെയാണ് ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ കൃത്യമാണ് സംഗതി. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ, നാട്ടിൽ, മഹല്ലത്തിൽ, കുടുംബത്തിൽ, എൻ്റെ തൊഴിലിടങ്ങളിൽ, ഞാൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും വഅന അവ്വലുൽ മുസ്ലിമീൻ, ആ നാട്ടിലുള്ള, സ്ഥലത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെക്കാളും ഒന്നാമനായി, ശ്രേഷ്ഠനായി, ഉത്തമനായിരിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിക്കും. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫാണ്. ഇതാണ് ഇബ്രാഹിമി പാരമ്പര്യം. ഏത്? ജീവിതകാലം മുഴുവൻ എപ്പോഴെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും അനുവദിക്കാതെ നിരന്തര പരീക്ഷണങ്ങളിലൂടെ, യാത്രകളിലൂടെ, പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ജീവിതം അള്ളാഹുവിന് വിനയപ്പെടുത്തിയ മഹാനവറുകൾ വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഹനീഫായ, ഋജുമാനസനായ, വക്രതയില്ലാത്തവനായ റബ്ബിലേക്ക് നേർക്കുനേരെ നടന്നെടുക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, അദ്ദേഹം ദുനിയാവിലും വേണ്ടപ്പെട്ടവനാണ്, പരലോകത്ത് നമ്മുടെ ഇഷ്ടക്കാരനുമാണ്, സച്ചരിതനാണ്. ആ പാരമ്പര്യം ജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുവ ജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീക്കും ഇബ്രാഹീം. സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തെ വചനം. മില്ലത്ത് ഇബ്രാഹിമിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ റബ്ബിന്റെ തൃപ്തി എടുക്കാൻ വേണ്ടി ജീവിച്ച് തീർത്ത ആ മാതൃകയിൽ, അതാണ് ശരിയായ മതം. വമൻ അസ്ലമ ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹിം.
സമ്പൂർണമായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് മില്ലത്ത് ഇബ്രാഹിമിനെ പിൻപറ്റി ജീവിക്കാൻ കഴിയുന്നവനേക്കാൾ മെച്ചപ്പെട്ട ഒരു മതം ആചരിക്കാൻ മറ്റ് യാതൊരാൾക്കും കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ജിഹാദ് നടത്താൻ അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ച് റബ്ബിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാക്കി മാറ്റാൻ കഴിയുക എന്നതാണ് മില്ലത്ത് ഇബ്രാഹിമിലെ ജിഹാദ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അത് വളരെ സമാധാനത്തോടെ, സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, നിഷ്പ്രയാസം ചെയ്തു തീർത്തയാളാകുന്നു ഖലീലുർ റഹ്മാൻ അലൈഹിസ്സലാം. ആ മതം ആചരിക്കാൻ നിങ്ങൾക്കൊരു പ്രയാസവുമില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിം. മുഹമ്മദ് നബി തങ്ങളെ അങ്ങയോട് നമുക്ക് നിർദ്ദേശിക്കാനുള്ളതും ഈ താങ്കൾ പിൻപറ്റേണ്ടത് ഇബ്രാഹിമി പാരമ്പര്യമാകുന്നു എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് പറയുക തന്നെ ഉണ്ടായിട്ടുണ്ട്, അന ദഅവതു അബി ഇബ്രാഹിം. എന്റെ പ്രപിതാമകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു നമ്മളോട് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. നിങ്ങൾക്ക് എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മ വേണമെന്നുണ്ടോ? നിങ്ങൾക്ക് പരലോകത്ത് വിജയിക്കണമെന്നുണ്ടോ? നിങ്ങൾക്ക് റബ്ബിനെ കണ്ടുമുട്ടണമെന്നുണ്ടോ? അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് അതിന് ഏറ്റവും മികച്ച മാതൃകയുള്ളത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിമി മില്ലത്ത് എന്നാൽ ഇമാം ശങ്കൈത്തി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, സ്വഹാബികൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തിരുന്നത് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജത്തൻ തഅബ്ബുദൻ അല്ലാഹുമ്മ ലബ്ബൈക ഹഖ്ഖൻ വരിഖാ എന്നായിരുന്നു. കാന സ്വഹാബത്തു എന്നാ പറയുന്നത്. സ്വഹാബികൾ തൽബിയത്ത് ഇഹ്റാം ചെയ്യുമ്പോൾ നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജത്തൻ വഉംറ എന്നൊക്കെ പറയുന്നിടത്ത് സ്വഹാബികൾ പലപ്പോഴും പറഞ്ഞിരുന്ന അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ അല്ലാഹുമ്മ ഹഖ്ഖൻ തഅബ്ബുദൻ വരിഖാ എന്നായിരുന്നു. അല്ലാഹുവേ, ഞാനിതാ നിന്റെ വിളി കേട്ട് ഹജ്ജിന് വരുന്നു. അല്ലാഹുവേ, സത്യസന്ധമായി ആത്മാർത്ഥമായി ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകാനാണ് വരുന്നത്. അതെങ്ങനെയാണ്? അല്ലാഹുമ്മ തഅബ്ബുദൻ വരിഖാ. അല്ലാഹുവേ, പൂർണാർത്ഥത്തിൽ നിനക്ക് കീഴ്പ്പെട്ട്, പൂർണാർത്ഥത്തിൽ നിനക്ക് വിധേയപ്പെട്ട്, പൂർണാർത്ഥത്തിൽ നിന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള സന്നദ്ധതയുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്നാണ് സ്വഹാബത്ത് പ്രഖ്യാപിച്ചിരുന്നത് എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ട, ഒരു ഹജ്ജ് എന്നത് കേവലം ഒരു അനുഷ്ഠാനമോ ഒരു വാർഷികാഘോഷമോ ഒരു ജനക്കൂട്ടത്തിന്റെ മഹാസമ്മേളനമോ അല്ല. ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്ന കുറേയേറെ സന്ദേശങ്ങളുണ്ട്, കുറേയേറെ കാഴ്ചപ്പാടുകൾ, കുറേയേറെ വ്യക്തമായ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഹജ്ജ് നമുക്ക് നൽകുന്നുണ്ട്. അത് ഇഹ്റാം ചെയ്യുന്നത് മുതൽ ഹജ്ജിൽ നിന്ന് വിരമിക്കുന്നത് വരെയുള്ള അതിൻ്റെ ചടങ്ങുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത് വരെ, ഒന്നാമത്തെ കാര്യത, ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നത് വരെ നമ്മൾ പുരുഷന്മാർ 5ഉം 6ഉം വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവരാണ്. ഞാനല്ലാതെ മറ്റൊരാൾ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അടിവസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ കഴിയില്ല, നമുക്കാർക്കും. പക്ഷേ 10-30 ലക്ഷം ആളുകൾ കൂടിരുന്നിടത്ത്, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള സഹോദരിമാർ ഇടകലരുന്നിടത്ത് പുരുഷന്മാർ അവർ ലോകത്ത് എത്ര ഉന്നത ഭരണാധികാരിയായാലും ശരി, അവർ എന്തെല്ലാം വേഷഭൂഷകൾ ധരിച്ചു കൊണ്ടിരുന്നവരായാലും ശരി, അവർക്ക് കേവലം ഒരു തുണി ഉടുക്കാനല്ലാതെ ഒരു പുതക്കാനല്ലാതെ മറ്റ് യാതൊന്നിനും അനുവാദമില്ല. അതനുസരിക്കുന്നതിൽ അവർക്കൊട്ട് ബുദ്ധിമുട്ടും പ്രയാസവും മനക്ലേശവും സങ്കടവും അതുമില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി
ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ എന്താണ് ഒരു അടിവസ്ത്രം ധരിച്ചാൽ കുഴപ്പമെന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല, ചോദിക്കാൻ എനിക്കൊട്ട് പാടുമില്ല. അതല്ലേ അതിന്റെ മെസ്സേജ് അല്ലേ? നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ 4 ഭാഗത്തു നിന്നുമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ടനാളങ്ങളിൽ നിന്ന് ഉയരുന്ന മുദ്രാവാക്യം ഒന്നാണ്. എന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, സകല നിഅമത്തുകളുടെയും സകല സ്തുതികളുടെയും സകലാധിപത്യത്തിന്റെയും ഉടയവൻ നീ മാത്രമാകുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കാളികളും ദുനിയാവിലോ ആകാശത്തോ എവിടെയുമില്ല എന്ന് ഞങ്ങളിതാ ഉറച്ച് പ്രഖ്യാപിക്കുന്നു. ഒരേ ഒരു ആദർശത്തിന്റെ ലോകത്തിന്റെ 4 ഭാഗത്തു നിന്നുമുള്ള വിവിധ നിറക്കാരായ, വിവിധ ഭാഷക്കാരായ, വിവിധ സംസ്കാരക്കാരായ, വിവിധ പദവികളിലുള്ള മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിൽ നിന്ന് ഉയരുന്നത് ഒരൊറ്റ മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിന് പിന്നെ എങ്ങനെയാണ് നാട്ടിൽ വരുമ്പോഴും നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു എന്നതാണ്. അല്ലേ? എന്താണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു. എന്തിനാണ് കഅബയുടെ ചുറ്റുപാടുകളിൽ ഇടതുഭാഗം കഅബയിലേക്ക് ചേർത്തുകൊണ്ട് തവാഫ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടത്? എന്താണത് തിരിച്ചായാൽ? എന്തിനാണ് പുരുഷന്മാർ ആദ്യത്തെ 3 നടത്തം കഴിയുന്നത്രയും വേഗതയിൽ നടക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടത്? അല്ലാഹു അഅലം. എന്തിനാണ് സഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുന്നിടത്ത് ബത്നുൽ വാദിയിൽ പുരുഷന്മാർ ഓടണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടത്? അവിടെ ഓടിയത് ഹാജറല്ലേ റളിയല്ലാഹു അൻഹ. അപ്പൊ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓടണമെങ്കിൽ അത് ആരാണ് ഓടേണ്ടത്? ഓടേണ്ട ആളുകൾ നടക്കുകയും അതുമായി ഒരു ബന്ധവുമില്ലാത്ത പുരുഷന്മാർ ഓടുകയും ചെയ്യണമെന്ന് നിഷ്കർഷിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അല്ലാഹു അഅലം. അല്ലാഹു പറയും, അല്ലാഹുമ്മ ഈമാനം ബിക്, അല്ലാഹുവേ നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചു. വ തസ്ദീഖൻ ബികിതാബിക്, നിന്റെ ഗ്രന്ഥത്തിലുള്ളത് സത്യമാണെന്ന് ഞങ്ങൾ ഉൾക്കൊണ്ടു. വ വഫാഅൻ ബിഅഹദിക്, നീയുമായിട്ടുള്ള കരാർ ഞങ്ങൾ ഇതാ പൂർത്തിയാക്കാൻ വന്നിരിക്കുന്നു. വത്തിബാഅൻ ബിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്തിനാണ്, എന്താണ്, എന്താ കൊണ്ടാണെന്ന് ചോദിക്കേണ്ടുന്ന ആവശ്യം ഞങ്ങൾക്കില്ല. വത്തിബാഅൻ ബിസുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പറഞ്ഞു വിട്ട് നബി പുങ്കവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കാണിച്ച് തന്നിട്ടുണ്ട്, ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്ത് ഞങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം ഇല്ല, ഞങ്ങൾ അതിനൊട്ട് പോകുന്നുമില്ല എന്ന പ്രഖ്യാപനം. നോക്കൂ, നിങ്ങളുടെ അറഫയിൽ ദുൽഹിജ്ജ 9 അറഫയിൽ മഗ്രിബ് വരെ നിൽക്കണം. പക്ഷെ അവിടെ മഗ്രിബ് നമസ്കരിക്കാൻ ഹാജിമാർക്ക് അനുവാദമില്ല. അറഫയിൽ നിന്ന് അവർ പോരുന്ന മുസ്ദലിഫയിലേക്ക് വരുന്ന വഴിയിൽ മസ്ജിദ് നമിറയുണ്ട്, നിന്ന് പ്രാർത്ഥിക്കാൻ. വൈദാ അഫൽതും മിൻ അറഫാത്തി ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, മശ്അറുൽ ഹറാം പള്ളിയിൽ അവിടെ വെച്ച് നിങ്ങൾ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നമിറ പള്ളി കഴിഞ്ഞാണ് അവർ പോരുക. പക്ഷെ അവർക്ക് അവിടെ എവിടെയും മഗ്രിബ് നമസ്കരിക്കാനുള്ള അനുവാദമില്ല. അവർ മുസ്ദലിഫയിൽ വന്ന് അവിടെ നിന്ന് ജമ്മു കസറുമായി നമസ്കരിക്കണം. എന്തേ അവർക്ക് അറഫയിൽ നമസ്കരിച്ചാൽ എന്താണ്? ആ വരുന്ന വഴിയിൽ അവർക്കത് നമസ്കരിച്ചാൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല എന്നതു മാത്രമാണ് ഉത്തരം. അല്ലേ? മുസ്ദലിഫയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാൻ പ്രിയപ്പെട്ടവർ. എന്താണ് ഹജ്ജ്? നമ്മൾ മുസ്ലിമീങ്ങൾ ആരാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പറയാം. നമ്മൾ മുസ്ലിമീങ്ങൾ ആരായിരിക്കണം, എപ്പോഴാണ് നമ്മൾ ശരിയായ മുസ്ലിമീങ്ങളാവുക? മുസ്ദലിഫയിൽ വരുന്നു. വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷ കൊടുത്തതിൽ നിന്ന് എണ്ണിച്ചുട്ട അപ്പം പോലെ നമുക്ക് അത്ഭുതകരമായി കിട്ടിയതാണിത്. ഹജ്ജ് ചെയ്യാനുള്ള അവസരം 6-7 മാസത്തെ നിരന്തരമായ ഒരുക്കത്തിനൊടുവിൽ ലക്ഷക്കണക്കിന് രൂപയും മുടക്കി വീടും കുടുംബവും വിട്ട് നാട്ടിലെ സകല വ്യവഹാരങ്ങളും വിട്ട് അവിടെ പോകുന്നത് ഇബാദത്ത് എടുക്കാനാണ്, ഹജ്ജിന്.
പക്ഷെ മുസ്ദലിഫയിൽ ചെന്നാൽ മൂടി പുരച്ച് കിടന്നുറങ്ങണം എന്നതാണ് നിയമം. മുസ്ദലിഫയിൽ നേരം വെളുക്കുന്നത് വരെ ഖുർആൻ പാരായണത്തിന് നമസ്കാരത്തിൽ മുഴുകി ജീവിക്കുന്നവരെക്കാൾ പുണ്യം കിട്ടുന്നത്, കഴിച്ചു കൂട്ടുന്നവരെക്കാൾ പുണ്യം കിട്ടുന്നത് അവിടെ നേരം വെളുക്കുന്നത് വരെ കിടന്നുറങ്ങുന്നവർക്കാണല്ലോ. സുബ്ഹാനല്ലാഹ്, എന്താണ് കാര്യം? ആരുടെ ബുദ്ധിക്കാണ് അത് യോജിക്കുക? എന്ത് യുക്തിയാണ് അവിടെ പ്രയോഗവൽക്കരിക്കാൻ കഴിയുക? അറഫയിൽ നിന്ന് മിനായിലേക്ക് വരുമ്പോൾ കല്ലുകൾ, പിശാചിനെ എറിയേണ്ടുന്ന കല്ലുകൾ എടുക്കേണ്ടത് മുസ്ദലിഫയിൽ നിന്ന് അല്ലേ, വാദി ഹൈസറയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അത് അറഫയിൽ നിന്ന് എടുത്തുകൂടാത്തത്? എന്തുകൊണ്ടാണ് അത് കടലമണി വലുപ്പത്തിലുള്ള കല്ലുകൾ മാത്രമേ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കപ്പെട്ടത്? ആരെയാണ് നമുക്ക് കല്ലെറിയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഇക്കാണുന്ന ന്യായങ്ങളൊന്നും ന്യായീകരണങ്ങളൊന്നും മുസൽമാന് പാടുള്ളതല്ല. കാരണം മുസൽമാന്റെ പ്രഖ്യാപനം ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വല്ലർള ഹനീഫൻ എന്നാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ നടത്തുന്ന പ്രതിജ്ഞ, അതിൻ്റെ പാലനമാവണം ജീവിതത്തിൽ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അപ്പോഴാണ് ശരിയായ മുസ്ലിമീങ്ങളായി നമ്മൾ മാറുക എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന, പോയി ഹജ്ജ് ചെയ്യുന്നവരെയും അത് കണ്ടു നിൽക്കുന്നവരെയും അതിനെപ്പറ്റി പഠിക്കുന്ന ആളുകളെയും സകല മുസൽമാന്മാർക്കും ഹജ്ജ് നൽകുന്ന റിസാലത്തിൽ ഏറ്റവും മുഖ്യമായത് അള്ളാഹുവിന് യാതൊരു പങ്കാളികളുമില്ല എന്നത്. രണ്ടാമത് അള്ളാഹുവോ റസൂലോ അലൈക്കും ബിസുന്നത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ എന്ന് പറഞ്ഞു. രണ്ടു കാര്യങ്ങൾ ഞാൻ ഇവിടെ വിട്ടേച്ച് പോകുന്നു. അവ രണ്ടിലും എന്തുണ്ടോ അത് ആരുടെ ജീവിതത്തിൽ കുറച്ച് മുറുക്കി പിടിക്കാൻ സാധിച്ചുവോ അവർക്ക് പരലോകത്തേക്കുള്ള സ്വർഗത്തിലേക്കുള്ള വഴി പിഴക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെങ്ങനെയായിരിക്കണമെന്ന കൃത്യമായ മാതൃകയാണ് ഹജ്ജ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്, ലോകത്തെവിടെയായിരുന്നാലും മുസൽമാന്റെ ചിന്തയും മുസൽമാന്റെ ലക്ഷ്യവും മുസൽമാന്റെ റബ്ബൊന്നാണ്, മുസൽമാന്റെ ദീനൊന്നാണ്, മുസൽമാന്റെ വേദഗ്രന്ഥം ഒന്നാണ്, മുസൽമാന്റെ നേതാവൊന്നാണ്, മുസൽമാന്റെ മനസ്സ് കഅബയിലാണ്. ലോകത്തെവിടെയാണെങ്കിലും, നമ്മൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുൽ മുസ്ലിമി അഖുല്ലിൽ മുസ്ലിം, കുല്ലുൽ മുസ്ലിമി അഖുല്ലിൽ മുസ്ലിം. ലോകത്തെവിടെയുമുള്ള മുസൽമാന്മാർ അവർക്ക് ജാതിയുടെയോ ദേശത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ അടിമ ഉടമ വ്യത്യാസത്തിലോ പാണ്ഡിത്യ പാമരത്വ വ്യത്യാസത്തിലോ അവർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കുന്ന സമയമാണ് ഹജ്ജ്. മറ്റൊന്ന്, ഇതേ നിൽപ്പ് ഇപ്പോൾ നമുക്കൊരു ഉടുതുണിയെങ്കിലും ഉണ്ട്. ഉടുതുണി പോലും ഇല്ലാതെ ഇതുപോലെ പൊടി വാരിയിട്ടാൽ താഴേക്ക് ചാടാത്ത മറ്റൊരു ലോകത്ത് നമ്മൾ സന്ധിക്കേണ്ടി വരും. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ആ നിൽപ്പിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭമാണ് അറഫയും മുസ്ദലിഫയും മിനായിലും ഒക്കെയുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്ന് നമുക്ക് ബോധ്യമുണ്ടാക്കുന്ന ആരാധനയാകുന്നു ഹജ്ജ്. വനഹൻ നഫ്സ അനിൽ ഹവാ, അവിടെ മുതൽ മനസ്സിനെ പിടിച്ചു നിർത്തി എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും സ്വാഭീഷ്ടങ്ങളിൽ നിന്നും മനസ്സിനെ പിടിച്ചു നിർത്തി റബ്ബിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമാക്കാൻ, ഒതുക്കി നിർത്താൻ നമുക്ക് സാധിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, സ്വർഗമായിരിക്കും അവർക്ക് പ്രതിഫലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവര്, ഹജ്ജിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. 4000 ആണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം ഖലീൽ റഹ്മാനോട് പറയുന്നു, നാം ഇതാ നമ്മെ ആരാധിക്കുവാൻ വേണ്ടി ഒരു വീടുണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ഇബ്രാഹിമെ, അത് ഇന്ന സ്ഥലത്തുണ്ടാക്കിക്കൊള്ളുക. അതിന്റെ സ്ഥലം, അതിന്റെ രൂപം, അതിന്റെ ഉയരം, വലിപ്പം
എല്ലാം നാമാണ് അദ്ദേഹത്തിന് തയ്യാറാക്കി കൊടുത്തത്. എന്തിനാണ്? അല്ലാ തുശ്രിക് ബി ശൈആ. ആ ഭവനത്തിന്റെ നിർമ്മിതിയുടെ പ്രഥമ ലക്ഷ്യം അല്ലാ തുശ്രിക് ബി ശൈആ, ശിർക്കില്ലാത്ത ശുദ്ധ തൗഹീദുള്ള. അതാണ് ആദ്യം പറഞ്ഞ ആ പ്രഖ്യാപനം. നമ്മൾ ഇന്ന് സുബ്ഹിന് നടത്തിയ പ്രതിജ്ഞ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് വിശുദ്ധ കഅബ നിർമ്മിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. വഇദ ബവ്വഅനാ لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للقائمين للعاكفين والركع السجود എന്നും وطهر بيتي للطائفين والقائمين والركع السجود എന്നും തവാഫ് ചെയ്യുന്നവർക്കും ഇർത്തികാഫ് ഇരിക്കുന്നവർക്കും നമസ്കരിക്കുന്നവർക്കും വേണ്ടി അത് ശുദ്ധിയാക്കി വെച്ചുകൊണ്ടിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ പള്ളി നിർമ്മാണം ഭവനമുണ്ടാക്കി കഴിഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിയോട് അല്ലാഹു പിന്നീട് പറഞ്ഞു, അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. സുബ്ഹാനല്ലാഹ്, എന്റെ മുഅ്മിനീങ്ങൾ അത് പഠിച്ചു വെക്കണം നമ്മൾ ഓരോരുത്തരും. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം, ഈ ഭവനത്തിലേക്ക് തീർത്ഥയാത്ര നടത്തുവാൻ ലോകത്തോട് താങ്കൾ വിളിച്ചു പറയുക. അവർ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കാൽനടയായിട്ടാണെങ്കിൽ പോലും അവരവിടെ എത്തിക്കൊണ്ടേയിരിക്കും. താങ്കൾ വിളിച്ചു പറയുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അന്തം വിട്ടുപോയി. അദ്ദേഹം ചോദിച്ചു, യാ റബ്ബി വകൈഫ ഉബ്ലിഗുന്നാസ്. അല്ലാഹുവേ, ഈ പതിഞ്ഞ ശബ്ദം കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടത് ആര് കേൾക്കാനാണ്? എന്റെ മോമിനികൾ 4000 ആണ്ട് മുമ്പുള്ള മക്കയെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ചോദ്യത്തിന്റെ ദയനീയത, അദ്ദേഹത്തിന്റെ നിസ്സഹായത നോക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല, യാ ഇബ്രാഹിം നാദി വഅലൈനൽ ബലാഗ്. ഇബ്രാഹിം, താങ്കൾ വിളിച്ചു പറയുക. അത് ലോകത്ത് മുഴുവൻ എത്തിക്കുന്നത് ഞാനാണ് ഉത്തരവാദിത്തമേറ്റവൻ. അത് ഞാൻ എത്തിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മക്കാമിലാണെന്നും സഫാ പർവ്വത മലയുടെ മുകളിലാണെന്നും ഒക്കെ പറയുന്നു പണ്ഡിതന്മാർ. അദ്ദേഹം കയറിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതൻ ഫഹുജ്ജൂ. ജനങ്ങളെ, അള്ളാഹു ഇവിടെ ഒരു ഭവനം സ്വീകരിച്ചിട്ടുണ്ട് അവൻ്റെതായി. അതുകൊണ്ട് ഇതിലേക്ക് ഹജ്ജ് തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുക. ആ ശബ്ദത്തിന് കടന്നു പോകാൻ തിരമാലകൾ ഒതുങ്ങി, കാറ്റതിനനുകൂലമായി പർവ്വതങ്ങൾ പോലും തലതാഴ്ത്തി നിന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഖിയാമത്ത് നാളോളം ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തീരുമാനിച്ച മുഴുവൻ ആളുകളുടെയും ആത്മാക്കളിൽ ആ വിളിയാളമെത്തി അവർ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. ആ വിളിയെയാണ് നമ്മൾ എന്ത് പറയാ, ഹജ്ജിന് ടിക്കറ്റ് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സമാധാനിക്കൽ എങ്ങനെയാണ്? ഇബ്രാഹിം നബിന്റെ വിളി വന്നില്ല എന്നാ അല്ലേ? ആണല്ലോ, കിട്ടിയോലോ. ഓൻ ഇബ്രാഹിം നബിന്റെ വിളി വന്നു എന്നാ പറയാം. എന്താണ് ഈ വിളി എന്നത് ഇത്ര കാലമായിട്ട് നമ്മൾ ആലോചിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ കഴിവുകളുടെ ഒരു പ്രകടനം അവിടെയുണ്ട്. നോക്കൂ നിങ്ങൾ, അടുത്തത് ലോകത്ത് ഇസ്ലാമിന്റെ കഠിന ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അതിന്റെ ഭരണാധികാരികൾ പോലും ഹജ്ജ് സമയമായാൽ മുസ്ലിമീങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരമായിരിക്കുന്നു. അതിന് വേണ്ടുന്ന മന്ത്രാലയം അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് ഇന്നോളം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ നമുക്ക് മനസ്സിലാവണത്? അല്ലാഹ് പറയാ, ഒരു കൽപ്പന പുറപ്പെട്ടു, നാദി വഅലൈനൽ ബലാഗ്. താങ്കളത് പറഞ്ഞാ മതി, അത് ലോകത്ത് ഖിയാമത്ത് നാളോളം നിലനിൽക്കും. മുഅ്മിനീങ്ങള് 4000 കൊല്ലമായി മുടങ്ങാതെ ആ വിളിയുടെ ഉത്തരം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ കൽപ്പന ലോകത്ത് ഇസ്ലാമിന്റെ മുസ്ലിം രാജ്യങ്ങളും മുസ്ലിമേതര രാജ്യങ്ങളും മുസ്ലിമീങ്ങളുടെ കഠിന ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും അറിയാതെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു മഹാത്ഭുതത്തിന്റെ കാലം കൂടി, കാര്യം കൂടി, വസ്തുത കൂടി ഹജ്ജിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അതുകൊണ്ട് തിരിച്ചറിവുള്ളവരാവുക. ആദ്യം പറഞ്ഞിടത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹജ്ജ് ഒരാഘോഷമല്ല, ഹജ്ജ് ഒരു വാർഷിക സംഗമമല്ല, ഹജ്ജ് ഒരു മഹത്തായ സന്ദേശമാണ്. അള്ളാഹുവിലേക്ക് ഒരു അടിമക്ക് അണയാനുള്ള മാർഗം എന്താണ്?
ഒരടിമ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വന്തക്കാരനാവുക, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാവുക എന്ന് ലോകത്തിന് മുമ്പിൽ വർഷാവർഷം അള്ളാഹു ഇങ്ങനെ അതിന് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട അനുഷ്ഠാനങ്ങളിലൂടെ നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരികയാണ്. അതിൻ്റെ ആത്മാവിലൂടെ ഒരു സഞ്ചാരം ഇങ്ങനെ നടത്തിയാൽ അവിടെ നമുക്ക് മനസ്സിലാകും, അതും നമ്മളുടെ ബുദ്ധിയുമായി, ഹജ്ജിന്റെ ചടങ്ങുകളും നമ്മുടെ യുക്തിയുമായി, നമ്മുടെ അറിവുമായി, നമ്മുടെ വിദ്യാഭ്യാസവുമായി, നമ്മുടെ കാഴ്ചപ്പാടുമായി ഹജ്ജിന്റെ ചടങ്ങുകൾക്ക് യാതൊരു ബന്ധവുമില്ല. അവിടെ ആകെയുള്ളത് സമ്പൂർണമായ കീഴ്വണക്കമാണ്, സമ്പൂർണമായ കീഴ്വണക്കം. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അസ്ലിം, ഇബ്രാഹിം കീഴ്പ്പെടുക, സമ്പൂർണമായി കീഴ്പ്പെടുക. അദ്ദേഹം യാതൊരു വിഷമവുമില്ലാതെ പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബേ ഞാനിതാ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന്. സൂര്യനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ബൽഖീസ് രാജ്ഞി സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കൊട്ടാരത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. സൂറത്ത് നംൽ അത് പഠിപ്പിക്കുന്നത് അവരുടെ പ്രഖ്യാപനം റബ്ബി ഇന്നി ളലംതു നഫ്സി, എന്നോട് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനോട് എനിക്ക് പറയാനുള്ളത് റബ്ബി ഇന്നി ളലംതു നഫ്സി, റബ്ബി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ അതൊക്കെ ഏറ്റുപറയുകയാണ്. വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. സുലൈമാനോടൊപ്പം വിനീത വിധേയയായി ലോകൈകനാഥന്റെ മുമ്പിൽ ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങളോട് ആവശ്യപ്പെട്ടതും മുഅ്മിനീങ്ങളോട് ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരേന, എന്നെയും നിങ്ങളെയും അല്ലാഹു മുഅ്മിനീങ്ങളായിട്ടാ കണ്ടത് അല്ലേ? ഓ മുസ്ലിമല്ല, ഇവ മുസ്ലിമല്ല, ഓൻ അപ്പുറത്താണ് ഇപ്പുറത്താന്ന് പറയുന്ന പരിപാടി അള്ളാന്റെതല്ല. അള്ളാന്റെത് തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരെയും മുസ്ലിങ്ങളെ മുഅ്മിനീങ്ങളായിട്ടാണ് അള്ളാഹ് കണ്ടത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഒരുപാട് നിങ്ങൾ ഒഴിവാക്കാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. അതൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി പൂർണ്ണമായി റബ്ബിന് കീഴ്പ്പെടുവിൻ. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ പിന്നാലെ പോകല്ലേ, പിശാചിന്റെ പിന്നാലെ പോകല്ലേ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ ശത്രുവാണ്. സൂറത്ത് യാസീൻ നമ്മളോട് പറഞ്ഞത് അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. മനുഷ്യരെ, നിങ്ങളിൽ നിന്ന് ഞാൻ കരാർ വാങ്ങിയിരുന്നില്ലേ, നിങ്ങൾ എന്നോട് നിരന്തരമായി പറഞ്ഞിരുന്നില്ലേ, എന്ത് ഇന്ന സ്വലാത്തി വനുസുഖീനെ പറഞ്ഞിരുന്നില്ലേ, അല്ലാ തഅബുദു ശൈത്താൻ, പിശാചിനെ ആരാധിക്കല്ലേ. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ ശത്രുവാണ്. വഅനിഅബ്ദൂനി, ഇബ്രാഹിം ആരാധിച്ചതുപോലെ അലൈഹിസ്സലാം, സകല പ്രവാചകന്മാരും ഉൾക്കൊണ്ടതുപോലെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, വഅനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് മുസ്തഖീമായ ചൊവ്വായ മാർഗം. ആ ചൊവ്വായ മാർഗത്തിന് വേണ്ടിയാണ് നമ്മുടെ നമസ്കാരങ്ങളിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന. ആ നമസ്കാരം തുടങ്ങുമ്പോൾ നമ്മൾ നടത്തുന്ന പ്രതിജ്ഞ അത് ജീവിതത്തിൽ പാലിക്കാനും അത് നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനും ആ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നുകൊണ്ട് മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹ് യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أيها الإخوان اتقوا الله وكونوا عباد الله. ബഹുമാന്യരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീകളായി ജീവിക്കാൻ നിരന്തരം പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ചെറിയതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു സംഗതി മാത്രം പറയാം. ഇത്രയും മഹത്തായ ഒരു കർമ്മം, പരിശുദ്ധ കഅബ ശരീഫിന്റെ നിർമ്മാണം പോലെ അത്രയും പുണ്യകരമായ ഒരു കർമ്മം ലോകത്ത് വേറെ നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിൻ്റെ ഖലീലായ
ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്തൊന്നാമതായി നിർമ്മിക്കപ്പെടുന്ന ഒരു ഭവനം അത്രമാത്രം പുണ്യം മറ്റൊരു കർമ്മത്തിനുണ്ടോ എന്നത് സംശയമാണ്. നിർമ്മിക്കുന്ന ആൾക്കറിയാം ഇത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, അള്ളാഹുവിന് വേണ്ടിയാണ് എന്നെല്ലാം അറിയാം. പക്ഷെ നിർമ്മിക്കുന്ന ആൾക്ക് അറിയാതെ പോയ ഒരു സംഗതി, ഇത് തൻ്റെ സൽക്കർമ്മമായി റബ്ബ് സ്വീകരിക്കുമോ രേഖപ്പെടുത്തുമോ എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, ഭയമുണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചുപോയി, വിധി റഫഅ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഇത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ. ഏത് നമ്മള് നമസ്കാരം കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയും, വിഷമിപ്പിക്കാനല്ല, ഇടത്തേക്ക് സലാം വീട്ടിയാൽ ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പോലും ഒഴിവില്ലാതെ എഴുന്നേറ്റ് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സമുദായം, സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ അറിയും? ഒരു സൽക്കർമ്മം അല്ലാഹുവിലേക്ക് ഉയരണമെങ്കിൽ അതിന്റെ കൂടെ പ്രാർത്ഥന വേണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉഹു എന്നാണ്. നല്ല വാക്കുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും, സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകണം എന്നാണ് ആയത്തിന്റെ അർത്ഥം. അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതറിയോ? ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു, സൽക്കർമ്മങ്ങളും നല്ല വാക്കുകളും അല്ലാഹുവിലേക്ക് ഉയർന്നു പോകും. എങ്ങനെ? അൽ അമലു സ്വാലിഹു യർഫഉഹു അൽ കലാമു ത്വയ്യിബ്, സൽക്കർമ്മങ്ങൾ നല്ല വാക്കുകൾ കൊണ്ടേ കയറി പോവുകയുള്ളൂ. ഇതാ നല്ല വാക്ക്, ഇത് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന. മറ്റൊരു ഇമാം മുജാഹിദ് പറഞ്ഞതാണ് താബി പണ്ഡിതന്മാരിൽ. ഇബ്നു മാജ പറഞ്ഞത് ലൗലൽ അമലു സ്വാലിഹു ലം യുർഫഉൽ കലാം എന്നാണ്. ഒരു പ്രാർത്ഥനയും സ്വീകരിക്കുകയില്ല സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത മനുഷ്യരിൽ നിന്ന്. ലാ യഖ്ബലു ഖൗലുൻ ഇല്ലാ ബിഅമലിൻ, അപ്പോൾ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ ഉണ്ടാവണം. ഓരോ കർമ്മങ്ങളും കയറിപ്പോകാനുള്ള, അള്ളാഹുവിലേക്ക് എത്തിക്കാനുള്ള വഴിയാണ് നമുക്ക് പ്രാർത്ഥന. നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ, ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, പരലോകത്ത് കുടുംബസമേതം സ്വർഗാവകാശികളാവാൻ, മക്കൾ നന്നായി തീരാൻ, മാതാപിതാക്കളുടെ പരലോകവും ദുനിയാവും ഖൈറും ബർക്കത്തും നിറഞ്ഞതാവാൻ, നമുക്കിടയിൽ സ്നേഹവും കാരുണ്യവും നിലനിൽക്കാൻ, നമ്മുടെ കുടുംബം വഴികേടിലേക്ക് പോകാതൊക്കെ രക്ഷപ്പെടാൻ ഒക്കെ നമ്മുടെ മുമ്പിലുള്ള മാർഗം പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടുന്ന സംഗതിയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം എന്ന പ്രാർത്ഥനയില്ലാതെ ഒരു കർമ്മവും നമ്മളിൽ നിന്നുണ്ടാവരുത്. അതുകൂടെ ചെയ്യാതെ എഴുന്നേറ്റ് പോകാതിരിക്കാൻ എവിടെ നിന്നാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം അർഹമുർ-റഹീമീനായ തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജിന്റെ മുഴുവൻ സന്ദേശങ്ങളും ആത്മാവിൽ ചുമന്ന് അതുമായി ജീവിച്ച് അതുമായി മരണപ്പെട്ട് ആ സന്ദേശത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി കുടുംബസമേതം സ്വർഗാവകാശികളാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, അഖില പ്രവാചകന്മാരും വിശിഷ്യ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാമയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊണ്ട ദീനിനെ, അവരുടെ പ്രതിജ്ഞയെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പാലിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അതിന് വിരുദ്ധമാകുന്ന സകലമാന പൈശാചിക ഉത്ബോധനങ്ങളിൽ, ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തി രക്ഷിക്കണമേ റഹ്മാനെ. പൂർണ്ണാർത്ഥത്തിൽ നിനക്ക് വിധേയപ്പെട്ട് സമ്പൂർണ്ണ കീഴ്വണക്കത്തിന്റെ വക്താക്കളായി, നിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും കിതാബിലും സുന്നത്തിലും നിന്ന് ബോധ്യപ്പെടുന്ന സത്യസന്ധമായ വസ്തുതകൾ ബുദ്ധിക്കോ യുക്തിക്കോ വെച്ച് മാറ്റുരക്കാതെ നീ പറഞ്ഞു, നിന്റെ റസൂൽ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം പൂർണ്ണാർപ്പണ ഭാവത്തോടെ അതൊക്കെ ജീവിതത്തിൽ പാലിക്കാനുള്ള ഈമാൻ നൽകണമേ റഹ്മാനെ. തഖ്വ നൽകണമേ റഹ്മാനെ. ശാരീരികവും മാനസികവുമായി ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ശിഫയാക്കി തരയണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. അവരുടെ എല്ലാം ഖബറിടങ്ങളെ വിശാലമായ സ്വർഗ പൂങ്കാവനങ്ങളാക്കണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും മണകളെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും നീ പ്രവേശിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. വന്നുകൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ സാഹചര്യത്തിൽ, ഈ പെരുമഴയുടെയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും
കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ കൃപാകടാക്ഷങ്ങൾക്ക് വിധേയരാകുന്ന ജീവിതം വിശുദ്ധമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. നിന്റെ കോപതാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. തവഫനാ മുസ്ലിമീന വൽഹഖ്നാ ബിസ്സാലിഹീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ്.